ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് മാത്രമായിട്ടുള്ളതാണ്. മക്കൾക്ക് അറിയാം, മക്കൾ കൂടെ ഒന്നും ഉണ്ടായിരുന്നില്ല. മക്കളുടെ കാര്യങ്ങൾ അറിയാം, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ അറിയാം, എൻ്റെ വീഡിയോയിൽ ഡെയിലി കാണുന്നതാണ്, എൻ്റെ എല്ലാ വീഡിയോസും കാണാം. അപ്പോൾ എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം, എൻ്റെ എല്ലാ സങ്കടം അറിയാം, സന്തോഷം അറിയാം, എല്ലാ കാര്യം എനിക്കറിയാം. പക്ഷേ ഈ സോഷ്യൽ മീഡിയ പറഞ്ഞ സംഭവം എനിക്ക് ഇഷ്ടമല്ല, യൂട്യൂബ് കാര്യങ്ങളൊന്നും. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷാജി എന്ന് പറയുന്ന യൂട്യൂബറെ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഈയിടെയായിട്ട് എന്ന് പറഞ്ഞാൽ ആൾ എയറിൽ തന്നെയാണ്, വേറെ ഒന്നുമല്ല. ആളുടെ പല കാര്യങ്ങളും അയാൾ തുറന്നു പറഞ്ഞപ്പോഴും തന്നെ പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നുണയിൽ നുണ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒന്നുപോലും വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിൽ ഇങ്ങനെ നുണകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, പ്രേക്ഷകരെല്ലാവരും കൂടി എടുത്ത് വെളിയിലിട്ടു എന്നുള്ളതാണ്. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പക്കാർക്കെല്ലാം ആൻറ്റിമാരോടാണ് പ്രിയം, അല്ലെങ്കിൽ ആൻറ്റിമാരെയാണ് കെട്ടാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള തരത്തിൽ ഒരു വാക്ക് അവർ പറയുകയാണ്. ശരിക്കും അതൊരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കല്യാണം കഴിക്കാൻ പോകുന്ന ആ ഒരു ചെറുപ്പക്കാരന് ആകെ ഉള്ളതെന്ന് പറഞ്ഞ് 24-25 വയസ്സ് മാത്രമാണ്. അവർ തന്നെ പറയുന്നുണ്ട്, എനിക്ക് 32ആയി, എന്നെക്കാട്ടിയും 8 വയസ്സിന് താഴെയാണ് എൻ്റെ കിട്ടിയവൻ എന്നാണ് അവർ അഭിമാനത്തോടു കൂടി പറയുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മക്കളുടെ തള്ളയാണ്. ഒരിക്കലെന്ന് പറഞ്ഞാൽ ആ ചെറുപ്പക്കാരൻ്റെ വീട്ടിൽ ഇത് സമ്മതിക്കാൻ വഴിയില്ല. ആ ചെറുപ്പക്കാരനാണെങ്കിൽ ദുബായിൽ കട വെച്ചിട്ടുണ്ട്, അതായത് ഒരു ഷോപ്പിൻ്റെ ഓണറാണ്. അതുപോലെ തന്നെ അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെയുള്ള ഒരു കുടുംബം തന്നെയാണ്. പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദുബായിലൊക്കെ ഒരു സ്വന്തമായിട്ടൊരു ഷോപ്പ് ഉണ്ടാകണമെങ്കിൽ കുറച്ച് സാമ്പത്തികവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം ഈ സ്ത്രീ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഭർത്താവ് ഉള്ളപ്പോൾ തന്നെ അയാൾ ഫ്രണ്ടിൽ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു 5 മാസം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ തമ്മിൽ പരിചയമായത്. ഭർത്താവ് മരിച്ച് 5 മാസത്തിനുള്ളിൽ ഇവർ തമ്മിൽ പരിചയമായി എന്നാണ് പറയുന്നത്. അതുമാത്രവുമല്ല, ഇയാളോട് പൈസയും കടം വാങ്ങിച്ചിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഭർത്താവ് ഒരുപാട് കടമാക്കി വെച്ചു, അത് വീടണമെങ്കിൽ നിങ്ങൾ പൈസ തരണം എന്ന് പറഞ്ഞിട്ട് അയാളോട് പൈസയും വാങ്ങിച്ചു ആ ചെറുപ്പക്കാരനോട് എന്നാണ് പറയുന്നത്. ഏതായാലും ആ ചെറുപ്പക്കാരൻ പൈസയൊക്കെ അയച്ചു കൊടുത്തു. പിന്നെ കല്യാണം കഴിക്കുന്നതും കഴിക്കാത്തതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഇന്ന് ഈ ഫക്രുദ്ദീൻ പന്താവൂർ എന്ന് പറയുന്ന ആ ചാനലിൽ കണ്ട ഒരു വീഡിയോ ആണ്. അയാളുടെ ഒരു ഹെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നിക്കാഹ് കഴിഞ്ഞു വളരെ രഹസ്യമായിട്ട്, ആരും അറിഞ്ഞിട്ടില്ല, ഒരു മഹല് പോലും അറിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും ഈ കള്ളങ്ങൾ ഇങ്ങനെ നിരന്തരമായിട്ട് പറയാൻ വേണ്ടിയിട്ട് ഓരോ ചാനലിലും വന്നിട്ട് തന്നെ ഇങ്ങനെ സ്വയം വെളുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് അവരുടെ ഇമേജ് എല്ലാം പോയിരിക്കുകയാണ്. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ അവർ 5 മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പെടുന്ന ഒരു ഉമ്മയായിട്ടാണ് നമ്മളെല്ലാവരും കണ്ടത്. ആ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യത്തീംഖാനയിലായിരുന്നു. അപ്പോഴൊക്കെ നമുക്കെല്ലാവർക്കും വളരെയധികം സങ്കടം തോന്നിയിരുന്നു. അത് ഭർത്താവ് പിന്നെ ജീവനൊടുക്കി, അതുപോലെ ഭർത്താവിൻ്റെ വീട്ടുകാർ ഭയങ്കരമായിട്ട് ശല്യപ്പെടുത്തിയത് കൊണ്ടാണ് ഭർത്താവ് ജീവനൊടുക്കിയത് എന്ന് പറഞ്ഞു. ഭർത്താവിൻ്റെ ജ്യേഷ്ഠനെ പറഞ്ഞു, ആ ജ്യേഷ്ഠനെ നമ്മളെല്ലാവരും പ്രാഗി. ആ ജ്യേഷ്ഠൻ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠനും ജ്യേഷ്ഠൻ്റെ മക്കൾക്കും പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതി തന്നെയാണ്. ഈ സ്ത്രീ കാരണമാണത്. അവർ നല്ല രീതിയിൽ അവരെ പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ഈ ഭർത്താവിൻ്റെ സഹോദരി വന്നിട്ട് എന്തൊരു കാര്യം പറഞ്ഞു, അതൊന്നും നമുക്ക് പിന്നെ അറിയില്ല. അതിനെ പറ്റിയിട്ടൊന്നും നമുക്ക് അത്ര വലിയൊരു ഇതൊന്നുമില്ല നമുക്ക്. കാരണം ഭർത്താവിൻ്റെ സഹോദരിയാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാമായിരിക്കാം. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഈ സ്ത്രീ എന്ന് പറയുന്നത് ഫുൾ എന്താ പറയുക, കള്ളങ്ങളുടെ ഒരു കള്ളമാണ്. അതായത് ശരിയല്ല. എന്താണെന്ന് വെച്ചാൽ നേരായ വഴിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട്, അതായത് എൻ്റെ കുഞ്ഞുങ്ങൾക്കും എനിക്കും ജീവിക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങണം, ഇല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ജോലി ചെയ്യണം, ഇതൊന്നുമല്ല. ഈ സ്ത്രീ എല്ലാവരെയും ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിച്ചു എന്നാണ് കേട്ടോ. ഞാൻ സാമ്പത്തികപരമായിട്ടൊന്നും നമുക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്നും പൈസ അയച്ചു കൊടുത്തിട്ടില്ല. പക്ഷേ അയച്ചു കൊടുത്ത ഒരുപാട് പേരുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഓരോ വീഡിയോയിലും വന്നിട്ട് പറയാറുണ്ട്, എനിക്ക് സർജറിയാണ്, എനിക്ക് അവിടെ പോകണം, ഇവിടെ പോകണം. ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, അതായത് ഈ സ്ത്രീക്ക് അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുമാത്രവുമല്ല ജോലി ചെയ്യാനുള്ള ആരോഗ്യമുണ്ട്. ഇങ്ങനെയുള്ള ഈ യൂട്യൂബിൽ വന്ന് കരയുന്നവരെ നിങ്ങളെല്ലാവരും അവോയ്ഡ് ചെയ്യുക. നിങ്ങൾക്കിനി അങ്ങനെ കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ ഈ മെഡിക്കൽ കോളേജിൻ്റെയും അതുപോലെ ഗവൺമെൻറ് ആശുപത്രിയിലൊക്കെ എന്ന് പറഞ്ഞാൽ കഞ്ഞി കുടിക്കാൻ വകയില്ലാതെ ഒരുപാട് രോഗികളും കൂട്ടിരിപ്പുകാരും ഉണ്ട്. അവർക്ക് കൊണ്ട് കൊടുക്കുക. നിങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നിങ്ങൾ കൊടുക്കാതെ, ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അനാഥരായി പോകുന്ന മക്കളുണ്ടല്ലോ, അവരുടെ പേരിലേക്ക് കൊടുക്കുക. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ
സ്ത്രീ ഇവരുടെ ചെലവിന് വേണ്ടിയിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ഇപ്പോഴിവരുടെ അഭിമുഖങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ മറ്റൊരു കാര്യം ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും കെട്ടാൻ പോകുന്ന ചെറുക്കന് സോഷ്യൽ മീഡിയയോടൊന്നും വലിയ ഇഷ്ടമില്ല, യൂട്യൂബിനോട് ഇഷ്ടമില്ല. പക്ഷേ പ്രോഗ്രാം എല്ലാ ഭാഷയും കാണും കേട്ടോ, എല്ലാ പ്രോഗ്രാമും കാണും. പിന്നെ ഈ സ്ത്രീ ഇപ്പോഴും യൂട്യൂബിൽ വരുന്നത് കൊണ്ട് അവന് വലിയ പ്രശ്നമില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഏതൊക്കെ ആയാലും ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന അയാൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ ഇത് കഴിഞ്ഞാൽ നിങ്ങൾ പോകുമോ, ദുബായിലേക്ക് പോകുമോ? അതൊന്നും പറയാനായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിക്കാഹിന് മക്കളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മക്കൾക്കറിയാം, പക്ഷേ അവരാരും വന്നില്ല. ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സുകാരും മാത്രമാണ് ഇതിന് പോയത്. അതൊക്കെ അവരുടെ ഇഷ്ടമാണ്, അവരെന്തോ ചെയ്തോട്ടെ. പക്ഷേ അവർ ഈ നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ചെറുപ്പക്കാരെല്ലാവരും ആൻറ്റിമാരുടെ പുറകെയാണ്, ആൻറ്റിമാരെയാണ് അവർക്കെല്ലാം കല്യാണം കഴിക്കാൻ വേണ്ടത്, അത് പറയുന്നത് വളരെയധികം മോശം തന്നെയാണ്. ഒരു കാരണവശാലും നമുക്കത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അത് ഈ സ്ത്രീയുടെ, എനിക്ക് തോന്നുന്നത് ഇവരുടെ വായിൽ വന്ന ആ വാക്ക് തന്നെയാണ്. കാരണം ഇവർക്ക് എല്ലാവരോടും ദേഷ്യമാണ്. അതുമാത്രവുമല്ല ഇപ്പോഴെല്ലാത്തിനെന്ന് പറഞ്ഞാൽ കുറ്റക്കാർ ഇവരെ സബ് ചെയ്തവരാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ടി ഫാമിലിയെ അനുകരിക്കാൻ നോക്കുകയാണോ എന്നുള്ള സംശയമാണ് പലർക്കും. അതായത് ഇനിയും ഒരു ഫാമിലി വ്ലോഗ് ദുരന്തം നമ്മൾ കാണേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇവരുടെ കോപ്രായങ്ങളും കാര്യങ്ങളുമായിരിക്കും മിക്കവാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് വഴി നമ്മൾ കാണാൻ പോകുന്നത്. അതിൻ്റെ ഒരു സൂചനയാണ് ഇപ്പോഴും ഈ സ്ത്രീ തരുന്നത്. ഏതായാലും ആ സ്ത്രീ പറയുന്ന ആ അഭിമുഖത്തിൻ്റെ ചെറിയൊരു ഭാഗം നമുക്കൊന്ന് കേട്ടിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി നമുക്ക് സംസാരിക്കാനുണ്ട്. ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് മാത്രമായിട്ടുള്ളതാണ്. മക്കൾക്ക് അറിയാം, മക്കൾ കൂടെ ഒന്നും ഉണ്ടായിരുന്നില്ല. മക്കളുടെ കാര്യങ്ങൾ അറിയാം, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ അറിയാം. എന്നെ വീഡിയോയിൽ ഡെയിലി കാണുന്നതാണ്, എൻ്റെ എല്ലാ വീഡിയോസും കാണാം. അപ്പോൾ എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം, എൻ്റെ എല്ലാ സങ്കടം അറിയാം, സന്തോഷം അറിയാം, എല്ലാ കാര്യം എനിക്കറിയാം. പക്ഷേ ഈ സോഷ്യൽ മീഡിയ പറഞ്ഞ സംഭവം എനിക്ക് ഇഷ്ടമല്ല, യൂട്യൂബ് കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ ഞാൻ പൊതുവേ അതിൽ വന്നിറങ്ങിയതുകൊണ്ട് എനിക്ക് എതിർപ്പില്ല, ഞാൻ ചെയ്യണോണ്ട് എനിക്ക് എതിർപ്പില്ല. അത്രേ ഉള്ളൂ. എങ്ങനെയായിരുന്നു നിങ്ങൾ തമ്മിൽ ആദ്യമായിട്ടൊന്ന് കണ്ടുമുട്ടി? ഫോണിലൂടെ തന്നെയാണ്, ഇൻസ്റ്റഗ്രാമിലൂടെയാണ് പരിചയപ്പെട്ടത്. എന്താ പറയാ, ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയ എനിക്ക് ഇഷ്ടമല്ല, പക്ഷേ ഇൻസ്റ്റഗ്രാമിലൂടെ എനിക്ക് മെസ്സേജ് അയച്ചത്. അതെങ്ങനെ മെസ്സേജ് അയച്ചെന്ന് വെച്ചാൽ, എൻ്റെ ഇക്കാൻ്റെ ഒരു ഫോട്ടോ ഇട്ടിട്ട് ഞാൻ എൻ്റെ ഒരു സങ്കടം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോറിക്ക് അവൻ ലൈക്ക് ചെയ്തിട്ട് സ്റ്റോറിയിൽ അവൻ എന്താ സംഭവം, അവൻ മരിച്ചത് അറിയില്ല, അവൻ എന്താണ് വിഷയം എന്ന് ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടു. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു. അതിന് മുന്നേ അവൻ എനിക്ക്, എൻ്റെ ഫ്രണ്ട് പറഞ്ഞാൽ എന്നെ ഫോളോ ചെയ്ത ഒരാളാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ലൈക്ക് അടിക്കലും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഇങ്ങനെ ഇക്ക മരിച്ച കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെയാണ് ഇക്ക മരിച്ചു, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ അവൻ പിന്നെ എനിക്കൊരു സാമ്പത്തികമായിട്ടുള്ളൊരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു, ഇക്കാൻ്റെ കടങ്ങൾ കാര്യങ്ങൾ, അതിലൊക്കെ എന്നെ അവൻ സഹായിച്ചു, പൈസ അയച്ചു തന്നു, കടം വീട്ടാൻ വേണ്ടി പൈസ അയച്ചു. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ തുടർന്ന്, അന്ന് നമ്മൾ ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു, കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ലാണ്ട്. പിന്നെ അവൻ കൂടുതലായിട്ട് നമ്മൾ സംസാരിക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ അവൻ അടുത്തു. നമ്മൾ പൊതുവെ എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാൻ തുടങ്ങി, അവൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണിത് തുടങ്ങിയത്. ഒരു എത്ര നാളുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു? ഇപ്പം റീസെൻ്റ് ആയിട്ടുള്ളൂ, ഒരു ഇക്ക മരിച്ചിട്ടൊരു 5-6 മാസം കഴിഞ്ഞിട്ടാണ്. 5-6 മാസം കഴിഞ്ഞിട്ടാണ്. കല്യാണം കഴിക്കാനുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ പോവായിരുന്നു. കാരണം അവന് ഏജ് കമ്മിയാണ്, 10-26 വയസ്സായിട്ടുള്ളൂ. കല്യാണം കഴിക്കാനുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല, അവൻ ഏജ് കമ്മിയാണ്, 10-25 വയസ്സേ ഉള്ളൂ. ആ ചെറുപ്പക്കാരൻ്റെ വീട്ടുകാരുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ സ്ത്രീ തന്നെ പറയുന്നുണ്ട് അവരൊറ്റ മോനാണ് എന്നൊക്കെയാണ് പറയുന്നത്. എന്തൊക്കെയായി കഴിഞ്ഞാലും അവനുമായിട്ടുള്ള ബന്ധം തുടങ്ങിയത് ഇക്ക മരിച്ചിട്ട് 5 മാസം കഴിഞ്ഞപ്പോൾ തന്നെയാണ് അവനുമായിട്ട് പരിചയപ്പെട്ടത്. ഒരു പരിചയവുമില്ലാത്ത ഒരാളോട് ഒന്ന് ചോദിച്ചപ്പോൾ കാശ് കൊടുത്തു, കാശ് വാങ്ങിച്ചു. അത് ഈ സ്ത്രീ ചെയ്ത തെറ്റല്ലേ? ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയുമോ? അതായത് ഭർത്താവ് മരിച്ചിരിക്കുന്ന 5 മാസമായിട്ടുള്ള ഒരു സ്ത്രീ അവിടുന്ന് പൈസ ചോദിക്കുമ്പോൾ അവനെടുത്ത് കൊടുക്കുകയും ചെയ്തു. അത്രയേ ഉള്ളൂ പ്രശ്നം അവിടുന്ന്. അത് തന്നെയാണ് പറയുന്നത്. എല്ലാവരും എന്ന് പറഞ്ഞാൽ തേടി പോകുകയാണ്. ആൻറ്റിമാരെ അതൊക്കെ വലിയ തെറ്റ് തന്നെയാണ്, ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയിൽ വന്നിട്ട് സബ്സ്ക്രൈബേഴ്സിനെ, അതായത് നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സിനെ, എനിക്ക് എന്താ പറയേണ്ടത്, ദാരിദ്ര്യം നല്ല രീതിയിൽ പറഞ്ഞ് നല്ല രീതിയിൽ വ്യൂസ് ഉണ്ടാക്കി അതിൻ്റെ വരുമാനവും ഉണ്ടാക്കി എന്നുള്ളതാണ്. ഇപ്പോഴും നുണ പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഇൻ്റർവ്യൂവിൽ വന്നിരിക്കുന്നത്. കാരണം അവരുടെ ആ ഒരു മുഖഭാവം കണ്ടാൽ നമുക്കറിയാം, കുറേ നാളായി അവർക്ക് ഈ ഒരു എന്താ പറയേണ്ടത് ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണാൻ തുടങ്ങുന്നത്. പക്ഷേ ഇന്നത്തെ ആ ഒരു മുഖഭാവത്തിൽ എന്ന് പറഞ്ഞാൽ അവർ വലിയ വേദനയിലാണ്. ഒരുപാട് പേര് ഇത് എങ്ങനെ ഞാനിത് പറഞ്ഞ് മനസ്സിലാക്കും, അതായത് 5 മക്കളുണ്ട്, അതാണ് വളർന്നു വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഈ മക്കൾ തന്നെ ഇവരോട് ചോദിച്ചേക്കാം, എന്തിനാണ് നിങ്ങളിത് ചെയ്തത് എന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം.
കാണിച്ചേക്കാം. അതൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ഇഷ്ടമാണ്. നമ്മൾ പറയുന്നുണ്ടല്ലോ അതൊക്കെ പേഴ്സണൽ ലൈഫാണ്. പക്ഷേ എല്ലാവരും ഈ ടൈപ്പാണ് ഇങ്ങനെയാണ് എന്ന് പറയുന്നതിൽ നമുക്കൊരിക്കലും യോജിക്കാൻ കഴിയില്ല മോളെ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ വന്നോട്ട്. നന്ദി, നമസ്കാരം.